നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, സ്വാഭാവികമായി ഇയാള് ഈ മൗലിദിൽ അവിടെ തെറ്റി, ഇവിടെ അപാകത, അവിടെ പ്രശ്നങ്ങൾ, അവിടെ കള്ളക്കഥ എന്ന് പറയുമ്പോ സ്വാഭാവികമായി മനുഷ്യന്മാരായി ചൊല്ലിയ മനുഷ്യന്മാരെ മനസ്സ് ബേജാറാവും. ഇപ്പൊ തന്നെ ബേജാറാണല്ലോ പല ആൾക്കാരും മനസ്സ്. പടച്ചോനെ, എന്റെ പേരിൽ അത്ര വക ഉണ്ടല്ലോ, ഇയാളെ പേരിൽ ഇത്ര ഉണ്ടല്ലോ, അവിടെ ഇത്ര വക ഉണ്ടല്ലോ, ഇതിപ്പോ ഇന്ന് പോരുമ്പോ വരെ ഇന്ന ആള് ചെല്ലുണ്ടല്ലോ, ഉമ്മ ചെല്ലുണ്ടല്ലോ, ഉപ്പ ചെല്ലുണ്ടല്ലോ, വെല്ലിമ്മ ചെല്ലുണ്ടല്ലോ, വെല്ലിപ്പ ചെല്ലുണ്ടല്ലോ, കുടുംബക്കാർ പറഞ്ഞു ചെല്ലുണ്ടല്ലോ. തെറ്റാണെന്നാണല്ലോ അലവി സഖാഫി പറഞ്ഞത്. ചിന്തിക്കുണ്ടാവൂലേ? അതെ, ആ നിലക്കുള്ളൊരു ബേജാറിന്റെ ചോദ്യം സത്യത്തിൽ അന്ന് ആ ചർച്ചയിൽ വന്നു. ഒരു സുഹൃത്ത്, ഐക്യവേദിയിൽ പ്രവർത്തനപ്പെട്ട ഒരു സുഹൃത്ത് ചോദിച്ചു, എന്റെ വെല്ലിമ്മ 90 വയസ്സായ എന്റെ വെല്ലിമ്മ, ആ വെല്ലിമ്മ മുസ്ലിയാരെ, ഇതാ എന്റെ വീട്ടിൽ പാരായണം ചെയ്യുന്ന കിതാബാണിത്, സബീലിന്റെ ഏടാണിത്, ഇതിപ്പോ ശരിയോ പറയൂ നിങ്ങള്. അല്ലാത്ത മനസ്സിൽ തട്ടിയ ചോദ്യമാത്, മനസ്സിൽ തറച്ച ചോദ്യമാത്, നിഷ്കളങ്കമായ ചോദ്യമല്ലേ അത്? അതെ, അതിനു മുമ്പിൽ മുസ്ലിയാർ ആകപ്പാട് എടങ്ങേറാകുന്ന മറ്റൊരു ദൃശ്യം കാണൂ നിങ്ങൾ. ഓക്കെ, ഇത് തെറ്റാണോ ശരിയാണോ? ഞങ്ങളതാ പറയുന്നത്. അതിൽ മറുപടിയാണ്, അത് തെറ്റാണ്. അതെ, അതിന് മറുപടിയാ പറയുന്നത്. ഇത് ഇറക്കിയത് അഷ്റഫി ബുക്ക് സെന്റർ തിരുവനന്തപുരം, ഒരു സ്വകാര്യ കമ്പനിയാണ്, സുന്നികളുടെ സ്ഥാപനമല്ല. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, അല്ലല്ല, സുന്നികളുടെ സ്ഥാപനം. നിങ്ങൾ ഇടപെടരുത്, നമ്മൾ പറയുമ്പോൾ ശ്രദ്ധിക്കണം. ഞങ്ങൾ പറയുന്നത് സ്വകാര്യ കമ്പനികൾ ഇറക്കിയിട്ടുള്ളതാണ്. അതിൽ എന്തൊക്കെയാണ്, ഞാൻ പറയുന്നത് ശ്രദ്ധിക്കണം, അതിലെന്തൊക്കെയാണ് അതിൽ അവർ ഉൾപ്പെടുത്തിയിട്ടുള്ളത് എന്ന കാര്യം പരിശോധിക്കാതെ പറയാൻ പറ്റുകയില്ല. അതേ അവസരത്തിൽ നമ്മൾ സാധാരണഗതിയിൽ ഓതാറുള്ളതും സുന്നികൾ തന്നെ ഇറക്കിയിട്ടുള്ളതുമായ ഞാൻ പറയുന്നത് നിങ്ങൾ ശ്രദ്ധിക്കണം. അതെ, നമ്മൾ പറയുന്നത് ശ്രദ്ധിക്കണം. സുന്നികൾ ഇറക്കിയിട്ടുള്ളതും ഇതിൽ പെശകില്ല എന്ന് ഉറപ്പുള്ളതുമായ മൗലിദുകളാണ് ഇപ്പൊ ഞാൻ ഈ പറഞ്ഞിട്ടുള്ളത്. അത് നിങ്ങൾക്ക് നോക്കാം, അത് നിങ്ങൾക്ക് ഉറപ്പുള്ളതാണ്. മറ്റത് അതിൽ എന്തൊക്കെയാണ് കടത്തിക്കൂട്ടിയിട്ടുള്ളത്, അതിൽ ആരൊക്കെയാണ്, ഏതൊക്കെ പ്രസ്സുകാർ എന്തൊക്കെയാണ് എഴുതിയിട്ടുള്ളത് എന്ന് നമുക്കറിയാത്തത് കൊണ്ട് പരിശോധിച്ച ശേഷമല്ലാതെ പറയാൻ കഴിയില്ല. ഇത് ശരിയാണോ തെറ്റാണോ? അതായത് കീറിക്കളയാൻ പാടില്ല, ഒരിക്കലും കീറിക്കളയാൻ പാടില്ല. കാരണം അതിൽ നമ്മൾ ഈ പറഞ്ഞ മൗലിദുകളുണ്ടല്ലോ, ഇത് എന്റെ വളരെ വ്യക്തിപരമായ കാര്യം. അതെ, അത് കുഴപ്പമില്ല. മുസ്ലിം ഐക്യവേദിയോടോ അല്ല, അതിന് മറുപടി രണ്ട് കൂട്ടത്തിലൊരു ഉത്തരം തന്നെ. ഞങ്ങൾ പറയുന്നു, എന്റെ വെല്ലിമ്മ വായിച്ച സാധനം തെറ്റാണോ ശരിയാണോ പറഞ്ഞത്. ആ പറഞ്ഞ മൗലിദ് കീറിക്കളയാൻ പാടില്ല. മൗലിദുകൾ നമ്മൾ ഈ പറഞ്ഞിട്ടുള്ള ഉദ്ധരിച്ചിട്ടുള്ള മൗലിദുകൾ പൂർണ്ണമായും ശരിയാണ്. അല്ലാത്ത മൗലിദുകൾ നമ്മൾ സാധാരണ വീടുകളിൽ ഉപയോഗിക്കാറുള്ളതോ ഓതാറുള്ളതോ അല്ല. അത് പരിശോധിച്ചതിന് ശേഷമേ അതിൽ വല്ലതും കടത്തിക്കൂട്ടിയിട്ടുണ്ടോ എന്ന് ഉറപ്പുവരുത്താൻ പറ്റുള്ളൂ. മറ്റൊന്ന്, വല്യമ്മ ഓതിയതാണെന്ന് പറഞ്ഞു, വല്യമ്മ അതിലുള്ള മുഴുവനും കൂടി ഓതിയിട്ടുണ്ടോ എന്ന് നമുക്കറിയുകയുമില്ല. മനസ്സിലായോ? കാരണം ഞാൻ ഉദാഹരണം പറയാം. മക്കൂസ് അതിനുള്ള ഒരു മൗലിദാണ് ജായ മുഹമ്മദ് മൗലിദ്. ആ മൗലിദിൽ ഇവര് തന്നെ കടത്തിക്കൂട്ടിയിട്ടുണ്ട്, ബദർ ദിവസം 12,000 ആളുകൾ തോറ്റോടി. അത് നുണയാണ്, ശരിയല്ല. അത് ഞങ്ങൾക്കറിയാം. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, അതിൽ നുണകൾ പലതും കടത്തിക്കൂട്ടിയിട്ടുണ്ട്. അത് പരിശോധിച്ചിട്ടേ പറയാൻ പറ്റുള്ളൂ. വല്യമാനെ കുറ്റപ്പെടുത്തുന്നതില്ല. വല്യമ്മ നല്ല ശുദ്ധഗതിക്കാരിയാണ്, സുന്നിയാണെന്ന് ഉറപ്പാണ്. കാരണം മൗലിദ് തോന്നുന്നവരാണല്ലോ. അത് ശുർക്കും കുഫ്റുമാണ് അപ്പുറത്തുള്ളവർ പറയുന്നത്. അതുകൊണ്ട് വല്യമാനെ ചീത്ത പറയേണ്ടതില്ല, വല്യമോദ്യ മൗലിദിനെ കുറ്റപ്പെടുത്തേണ്ടതില്ല. അതൊക്കെ വളരെ നല്ലത് തന്നെയാണ്. പക്ഷെ നമുക്ക് വാദപ്രതിവാദം ചെയ്യണമെങ്കിൽ അതിൽ നമ്മൾ അംഗീകരിക്കുന്ന എണ്ണിപ്പറഞ്ഞ മൗലിദുണ്ടല്ലോ, സുന്നികൾ ഇറക്കിയ മൗലിദ് കിതാബാണ്. ഇതിലുള്ളത് പൂർണ്ണമായി ഞങ്ങൾ അംഗീകരിക്കുന്നു. ഇത് വാദപ്രതിവാദം ചെയ്യാം. ഇതിലുള്ള മൗലിദുകൾ റെഡിയാണ്, ഞങ്ങൾ റെഡിയാണ്. പിന്നെ അതിൽ വേറെ പല മൗലിദുണ്ട്, അതിലാരൊക്കെയാണ് കടത്തിക്കൂട്ടിയുള്ളതെന്ന് പരിശോധിച്ച ശേഷമേ വിധി എഴുതാവൂ. അതാണ് ഞങ്ങൾക്ക് അതേക്കുറിച്ച് പറയുന്നത്. ഇതാണ് സ്ഥിതി. നേരിട്ട് ചോദ്യമാണ് ചെന്നപ്പോ മൂപ്പർ പറയണം, അത് പരിശോധിച്ചിട്ടേ പറ്റുള്ളൂ. ഇത്രയും കാലം എന്തെങ്ങൾക്ക് പണി? ഇത്രയും കാലം ഈ മൗലിദിനും വേണ്ടി പ്രസംഗിച്ച് നടന്നിട്ട് എന്തായിരുന്നു നിങ്ങൾക്ക് പണി? അതെ, നേരിട്ട് മുഖാമുഖം ഇരുന്നപ്പോ നിങ്ങളുടെ അടവ് നടക്കൂല എന്ന് മനസ്സിലായപ്പോ ഒഴിഞ്ഞു മാറുകയാണ്. അതെല്ലാവർക്കും മനസ്സിലാകുന്നുണ്ട്. അതുകൊണ്ട് അലവി സഖാഫി ആവർത്തിക്കുന്നു, നിങ്ങൾക്കിനി ആ ഏർപ്പാട് നിർത്താം. മൗലിദ് പാരായണവുമായി ബന്ധപ്പെട്ട് അതിന് ന്യായീകരിച്ചുകൊണ്ട് പ്രസംഗിക്കുന്ന നിങ്ങൾക്ക് നിർത്താൻ സമയം അതിക്രമിച്ചിരിക്കുന്നു.